ഓം ശാന്തി. ഞാൻ സ്മൃതി സ്വരൂപമായി ദിലാരാമനായ ബാബയുടെ സ്നേഹത്തിൽ സമാവേശമാകുന്നു. എൻ്റെ സ്നേഹം നിറഞ്ഞ സ്മൃതി സൂക്ഷ്മതരംഗങ്ങളായി വദനത്തിലിരിക്കുന്ന സ്നേഹസാഗരനായ ബാപ്ദാദയുടെ അടുത്തെത്തിയിരിക്കുന്നു. എൻ്റെ സ്നേഹയുക്ത ഓർമ്മ ബാബയുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു, സ്നേഹസ്വരൂപമായ എനിക്ക് സ്നേഹത്തിൻ്റെ റിട്ടേൺ തരാൻ ബാപ്ദാദ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. തൻ്റെ വരദാനി ഹസ്തത്താൽ സ്നേഹി ഭവ വരദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ശക്തി ബാപ്ദാദ എനിക്ക് വരദാനമായി നൽകുന്നു. ഞാൻ പരമാത്മ സ്നേഹത്തിൻ്റെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ ശിവസ്നേഹത്തിൽ സമാവേശമാകുന്നു. സ്നേഹത്തിൽ ലവ്ലീനമായിരിക്കുന്നു. ഞാൻ പരമാത്മ സ്നേഹി ആത്മാവാണ്. എൻ്റെ ഹൃദയത്തിൽ ദിലാരാമനായ ബാബ സമാവേശമായിരിക്കുന്നു. ദിലാരാമന്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹി ആത്മാ സമാവേശമായിരിക്കുന്നു. ഞാൻ സ്നേഹത്തിൻ്റെ ശക്തിയുടെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിതസ്ഥിതിയാകുന്ന പർവ്വതം പോലും പരിവർത്തനപ്പെടുന്നു. സെക്കൻഡിൽ സ്നേഹസാഗരത്തിൽ സമാവേശമാകുന്നതിലൂടെ മായ സമാപ്തമാകുന്നു. പരമാത്മ സ്നേഹത്തിൻ്റെ മടിയിലിരുന്ന് ഞാൻ സ്നേഹി ആത്മാ മായയുടെ ഛായയിൽ നിന്നും സേഫായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ കേവലം മീഠ ബാബ, പ്യാര ബാബ ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ സ്നേഹത്തിൽ മുങ്ങിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ശക്തി ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വരദാനമാണ്. ഞാൻ സദാ പരമാത്മ സ്നേഹത്തിൻ്റെ സംഗമയുഗത്തെ മഹാൻ അനുഭവം ചെയ്യുന്നു.
ശ്രേഷ്ഠാത്മാവാണ്. സ്നേഹസാഗരത്തിൽ സമാവേശമായി ഞാൻ ബാബ് സമാനമാകുന്നു. ഞാൻ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും രൂപരേഖ തയ്യാറാക്കുന്നു. ഓരോരുത്തർക്കും ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്മാനം കൊടുക്കുന്നു. പരമാത്മാവായ അച്ഛൻ കുട്ടികളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ആധാരം പരമാത്മ സ്നേഹമാണ്. ജീവദാനമാണ്. പരമാത്മ സ്നേഹമാണ് സദാ കൂടെയുള്ളത്. പരമാത്മാ ആകർഷണവും പരമാത്മ സ്നേഹവും സദാ ലൗലീനമായിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യിക്കുന്നു. ഞാൻ സദാ സഹജമായി പരമാത്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് നടക്കുന്നു. ആജ്ഞ അനുസരിക്കുകയും ദേഹബോധത്തെ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ 84 ജന്മങ്ങൾ അത്യധികം പ്രയത്നം ചെയ്തു. ഇപ്പോഴത്തെ ഈ അലൗകിക ജന്മത്തിൽ പ്രയത്നത്തിൽ നിന്നും മുക്തമായി അതീന്ദ്രിയ സുഖത്തിൽ ആനന്ദിക്കുന്നു. ആജ്ഞാനുസരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായും സ്നേഹത്തിൻ്റെ ചോർച്ചയുണ്ടാകുന്നു. പഴയ ലോകത്തിൻ്റെ ആകർഷണം, ലോകത്തിലെ സംബന്ധം, പദാർത്ഥം എല്ലാം അതിൽ വരുന്നു. രണ്ടാമത്തേത് പഴയ സംസ്കാരത്തിൻ്റെ ആകർഷണം. എൻ്റെ അനാദിയും ആദിയും പിന്നെ അന്തിമത്തിലും ശ്രേഷ്ഠ സംസ്കാരമാണ്. ഈ പഴയ സംസ്കാരം മധ്യകാലത്തിലേതാണ്. എല്ലാവരുടെയും ലക്ഷ്യമാണ് ബാബ് സമാനമാകണം. ബാബയുടെയും ദാദയുടെയും സമാന സംസ്കാരമാണ് സദാ ഉദാരചിത്തനും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്വരൂപത്തിൽ സഹയോഗിയാകുന്നു. ഞാൻ സഹയോഗം കൊടുത്ത് സഹയോഗിയാകുന്നു. ഇതിനെയാണ് സമാനമാകുക എന്ന് പറയുന്നത്. സംസ്കാര പരിവർത്തനത്തിൽ പ്രയത്നമുണ്ടാകുന്നതിൻ്റെ കാരണമാണ് ലൗലിയായി, എന്നാൽ ലൗലീനമായില്ല. ബാപ്പ് ദാദ ഓരോ കുട്ടിയെയും ലവ്ലി കുട്ടിയായി കാണുന്നു. സർവർക്കും ഒരേ പഠിത്തവും ഒരേ പാലനയും വരദാനവും നൽകുന്നു. ഓമനകളാണ്, വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയതാണ്, മധുരമായവരാണ്. ഇത് ദൃഷ്ടിയിലും മനോവൃത്തിയിലും കാണപ്പെടുന്നു. വൃത്തിയിലും ശ്രേഷ്ഠ ദൃഷ്ടിയിലും ദുർബലരും മഹാവീരന്മാരാകുന്നു. ഞാൻ ബ്രാഹ്മണ പരിവാരത്തിൽ
പരസ്പരം ശുഭഭാവനയിലും ശ്രേഷ്ഠഭാവനയിലും കൂടി ഓരോരുത്തരെയും പരിവർത്തനമാക്കുന്നതിൽ സഹയോഗിയാകുന്നു. സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ശക്തിയിലൂടെ സഹയോഗിയാകുന്നു. പരസ്പരം സഹയോഗത്തിൻ്റെ കൈകൾ കോർക്കുന്നു. മാറി നിൽക്കാതെ, ഒഴിവാക്കാതെ ആശ്രയമേകുന്നു. ഇതിൻ്റെ ഓർമ്മ ചിഹ്നമാണ് വിജയമാല. ഓരോ മുത്തും മുത്തിനോട് ചേർന്ന് സഹയോഗിയാകുന്നു. ഗുണങ്ങളുടെ ശക്തിയിലൂടെ കുറവുകളെ അകറ്റുന്നു. എൻ്റെ ടൈറ്റിലാണ് മാസ്റ്റർ സർവശക്തിവാൻ. ഞാൻ മംഗളത്തിൻ്റെ ഭാവനയിലൂടെ, മംഗളത്തിൻ്റെ വൃത്തിയിലൂടെ, വായുമണ്ഡലത്തിലൂടെ ഗുണങ്ങളുടെ, ശക്തികളുടെ സമ്മാനം കൊടുക്കുന്നു. ദുർബലർക്ക് സഹയോഗം കൊടുക്കുന്നു. വീണുകിടക്കുന്നവരെ താഴ്ത്തുന്നതിനു പകരം പ്രഭു സ്നേഹത്തിന് ഇവരും അർഹരാണ്. കോടിയിലെ ചില ആത്മാക്കളാണ് വിജയി ആത്മാക്കളാണ്. ഈ വൃത്തി ദൃഷ്ടി സങ്കല്പം ചെയ്യുന്നു, ഉത്സാഹം കൊടുക്കുന്നു, സഹയോഗം കൊടുക്കുന്നു, പ്രകൃതിയെയും ശാന്തമാക്കുന്നു. ഞാൻ മനസ്സിൻ്റെ വ്യായാമം ചെയ്യുന്നു. ഇപ്പോൾ ബ്രാഹ്മണൻ, ബ്രാഹ്മണനിൽ നിന്ന് ഫരിസ്ത, ഫരിസ്തയിൽ നിന്ന് ദേവതയാകുന്നു. ഈ ഡ്രിൽ സദാ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശുദ്ധ ആഹാരം മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. വ്യർത്ഥവും നെഗറ്റീവുമായ സങ്കല്പങ്ങൾ വന്നാൽ അത് മനസ്സിൻ്റെ അശുദ്ധ ആഹാരമാണ്. ഞാൻ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്വരൂപമാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. മനസ്സിൻ്റെ മൗനത്തിലൂടെ സേവനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. മനസ്സിൻ്റെ മൗനത്തിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരാതെയാകുന്നു. സൈലൻസിൻ്റെ സാധനയിലൂടെ സെക്കൻഡിൽ സിദ്ധി പ്രാപ്തമാക്കുന്നു. ആരാണോ സ്വയം സമർപ്പിത സ്ഥിതിയിലിരിക്കുന്നത് അവർക്ക് മുമ്പിൽ സർവരുടെയും സഹയോഗം സമർപ്പിതമാകുന്നു. ഓം ശാന്തി.